നമസ്കാരം. തിരുവനന്തപുരത്ത് 4 T20 മത്സരങ്ങൾ നടന്നു. ഒരെണ്ണത്തിൽ പോലും സഞ്ജു സാംസൺ കളിച്ചില്ല. ഇത്തവണ ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം 31-ാം തീയതി തിരുവനന്തപുരം അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുമ്പോഴേക്കും എല്ലാവരുടെയും ആഗ്രഹം സഞ്ജു പാഡണിഞ്ഞ് ഹെൽമെറ്റും വെച്ച് കളിക്കാൻ വരുമെന്നുള്ളതാണ്. പക്ഷേ സാഹചര്യങ്ങൾ വിപരീതമാണ്. പ്രേക്ഷകരെ, വിപരീതമാണ്. കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിൻ്റെ വെടിക്കെട്ട് പ്രകടനമാണ് അതിന് കാരണം. പറയാതിരിക്കാൻ പോയി, എന്തൊരു കളിയായിരുന്നു അല്ലേ. ആദ്യം തന്നെ ഫ്ലിക്ക് ചെയ്യുന്നു. ക്യാച്ച് നഷ്ടപ്പെടുത്തിയത് ഡെവോൺ കോൺവോയ് ആണ്. വിക്കറ്റ് കീപ്പർ പ്ലെയറാണ് അവിടുത്തെ ബൗണ്ടറി ലൈനിലെ ക്യാച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. എന്നാൽ അത് 6 പോയി. ആ 6 വെച്ചത് തന്നെ എന്തോ ഭാഗ്യമാണ്, ഒരു ലൈഫാണ് കിട്ടിയത് എന്നത് പോലും മനസ്സിലാക്കാണ്ട് ആ ക്യാച്ചിനെ ഡെവോൺ കോൺവോയ്ക്ക് ഒരു തരത്തിലുമുള്ള റിഗ്രറ്റ് ഉണ്ടാക്കാതെ 4 ബോളുകൾ ആണ് ഡോട്ടായത്. അതായത് അതിൽ ഒരു ബോൾ 6, 4 ബോൾ ഡോട്ട്, അതിൽ 4ാമത്തെ ബോൾ വിക്കറ്റായി. ഈ സഞ്ജു സാംസണെ എന്ത് വിശ്വസിച്ച് തിരുവനന്തപുരത്ത് കളിപ്പിക്കും എന്നൊരു ചോദ്യം ടീം ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർത്ത് ലോബിയാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് വരരുത്. ഈ 6 അടിച്ച റൺ ഈ കളിക്ക് തൊട്ട് മുന്നത്തെ കളിയിലും എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. സഞ്ജുവിന് T20 കഴിഞ്ഞ 5 മത്സരങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആവറേജ് സ്ട്രൈക്ക് റേറ്റ്സ് എല്ലാം നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. തിരുവനന്തപുരത്ത് സഞ്ജു കളിച്ചില്ലെങ്കിൽ ദയവ് ചെയ്ത് ഗംഭീറിന് കുറ്റം പറയാൻ നിൽക്കരുത്. ഗംഭീറിനെയൊക്കെ സാധാരണയായിട്ട് വളരെ നിശിതമായിട്ട് തന്നെ നമ്മൾ വിമർശിക്കാറുണ്ട്. പക്ഷേ ഇതിൽ സഞ്ജുവിന് ഇനി അടുത്ത മത്സരത്തിൽ, ഗുവാഹത്തി നടക്കാൻ പോകുന്ന മത്സരത്തിൽ സഞ്ജുവിന് ഇനി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു തരത്തിലും പ്രതീക്ഷ വേണ്ട, സഞ്ജുവിനെ മാറ്റി നിർത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഒന്നാമത് തിലക് വർമ്മ ഇപ്പോൾ പരിക്കിലാണ്. തിലക് വർമ്മയെ നെറ്റ്സിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ ഈസിലി സഞ്ജുവിനെ എടുത്ത് മാറ്റിയിട്ട് ഇഷാൻ കിഷനെ ഓപ്പണർ വെച്ചിട്ട് തിലക് വർമ്മയെ ഇഷാൻ കിഷൻ്റെ പൊസിഷനിലും വയ്ക്കാം. ഈസിയാണ്, ഒരു പ്രശ്നവുമില്ല. കാരണം അങ്ങനെയാണ് കളി പോകുന്നത്. കഴിഞ്ഞ ദിവസം സഞ്ജു കളിച്ച ആ ഇന്നിങ്സ് നമ്മൾ ബാക്കിയെല്ലാം വിട്, ഇന്ത്യ ജയിച്ചത് തോറ്റത് എല്ലാം ഈ റിസൾട്ട് ഒന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് സഞ്ജു സാംസൺ കളിക്കാൻ പറ്റുന്നത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. സഞ്ജുവിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. അവിടെ സഞ്ജു ബെഞ്ചിലിരുന്ന് വെള്ളം കൊണ്ട് ഗ്രൗണ്ടിൽ പോകുന്ന കാഴ്ച ഇനിയും കാണാൻ വയ്യാത്തത് കൊണ്ടാണ് എല്ലാവരും വളരെ ഉറ്റുനോക്കിക്കൊണ്ട് ഈ ഒരു T20 കാണാൻ നിൽക്കുന്നത്. എന്നാൽ സഞ്ജുവിൻ്റെ കുഴി തോണ്ടുകയാണോ എന്നൊരു ചോദ്യം കൂടെ നിൽക്കുകയാണ്. 1-2 കളികൾ കൊണ്ട് പ്ലേയേഴ്സിന് ജഡ്ജ് ചെയ്യരുതെന്നാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ ഓക്കെ, ഐ അഗ്രി. ബട്ട് സിറ്റുവേഷൻ ആലോചിക്കൂ. സിറ്റുവേഷൻ ഇതാണ്. തിലക് വർമ്മ ഇപ്പോൾ T20 വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സജ്ജമായി നിൽക്കുമ്പോഴേക്കും അതിന് മുന്നേ കാണുന്ന ഒരു ട്രയൽ ഗെയിം പോലെ BCCIക്ക് തോന്നുകയാണ് തിലക്കിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന്. കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ സ്ഥാനം പോയി. ഇഷാൻ കിഷനെ മാറ്റില്ല, അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇഷാൻ ഓപ്പണിങ്ങിന് ഇറങ്ങി, തിലക് വർമ്മ ഇഷാൻ കിഷൻ്റെ നിലവിലത്തെ പൊസിഷനിലും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ സഞ്ജു സാംസണിന് പ്ലേസ് ഇല്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും കൂടി കാര്യങ്ങൾ മാറുകയാണെന്നത് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കണം. എന്താണ് കഴിഞ്ഞ ദിവസം സഞ്ജുവിന് സംഭവിച്ചത്? സഞ്ജു ഓപ്പണറായി ഫസ്റ്റ് ബോൾ വേസ് ചെയ്യാൻ നിൽക്കുകയാണ്. സെക്കൻഡ് ബോൾ തന്നെ ഫ്ലിക്ക് ചെയ്യുന്ന ഒരു സാധ്യത കോൺവോയുടെ കൈകളിലേക്ക് എത്തിയാണ്. കോൺവോയുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് സഞ്ജു ഡക്കാവാതിരുന്നതെന്ന് നമ്മൾ നോക്കണം. ബൗണ്ടറി ലൈനിൽ നിന്നും ഏകദേശം 10 അടിയോളം മുന്നിൽ നിന്നുകൊണ്ടാണ് കോൺവോയ് നിന്നത്. കോൺവോയ് പ്രതീക്ഷിച്ച് കാണുള്ള ആദ്യത്തെ ഓവറിൽ തന്നെ ഫ്ലിക്ക് ചെയ്ത് തൻ്റെ കൈകളിലേക്ക് വരുന്നു. അതുകൊണ്ടായിരിക്കും സിംഗിൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺവോയ് കുറച്ചുകൂടെ ഫ്രണ്ടിൽ നിന്നത്. അത് സഞ്ജുവിന് ഭാഗ്യമായി മാറി. അത് ലോഫ്റ്റ് ചെയ്ത പന്ത് കോൺവോയുടെ കൈകളിന് തൊട്ട് മുകളിലേക്ക് ആ പന്ത് പോയി 6ലേക്ക് പോകുന്ന സാഹചര്യം. ഒരുപക്ഷെ കോൺവോയ് ആ പന്ത് പോയതിനു ശേഷം കോൺവോയ് തന്നെ ആലോചിച്ചിട്ടുണ്ടാവും, അയ്യോ ഞാൻ ഇത്രയും മോശമായിട്ടൊരു ഫീൽഡർ ആണെന്നുള്ളത്. പക്ഷേ ആ റിഗ്രറ്റിന് ഒരു സ്ഥാനം പോലും കൊടുക്കാതെ 2 പന്തുകളും കൂടി ഡോട്ട് അടിച്ചതിന് ശേഷം 3ാമത്തെ പന്ത് സഞ്ജു സാംസൺ നേരെ ലോങ് ഓണിൻ്റെ കൈകളിലേക്ക് പോയി. ഷോർട്ട് ലോങ് ഓൺ 30 യാർഡ് സർക്കിളിനകത്തായിരുന്നു. അപ്പം അങ്ങനെയാണ് സഞ്ജുവിൻ്റെ കളി. അതായത് സഞ്ജു അറ്റാക്ക് ചെയ്യുന്നു. അപ്പുറത്ത് അഭിഷേക് ശർമ്മയുണ്ട് അറ്റാക്ക് ചെയ്യാൻ. അതാണ് പോയിന്റ്. അപ്പുറത്ത് അഭിഷേക് ശർമ്മ എല്ലാ പന്തുകളും അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും 2 അറ്റത്ത് നിന്നും ഇങ്ങനെ അടി വരുന്നതിനേക്കാൾ മുമ്പ് തൻ്റെ പൊസിഷൻ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കളിക്കാരൻ കളിച്ചാൽ പോരെ. ചിലപ്പോൾ മാനേജ്മെൻറ്റ് തീരുമാനമായിരിക്കും ഗോ ഫ്രം ദി ഫസ്റ്റ് ബോൾ എന്നുള്ളത് തീരുമാനമായിരിക്കാം. പക്ഷേ എന്നാൽ പോലും സഞ്ജുവിൻ്റെ മത്സരമാണ്. അവസാനം സഞ്ജു തോറ്റു കഴിഞ്ഞാൽ പഴിക്കാൻ സഞ്ജുവിനെ തന്നെയാണ് പോകുന്നത്. ഗംഭീറിനെയോ ടീം മാനേജ്മെൻറ്റിനെയോ ആരും പഴിക്കാൻ പോകുന്നില്ല. സഞ്ജുവിന് ഓപ്പണിംഗ് പൊസിഷൻ കൊടുത്തു. അവിടെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നേരെ തിരിയും. ആദ്യത്തെ മത്സരം 10, രണ്ടാമത്തെ മത്സരം 6, ഇങ്ങനെ പോകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ടീമിനൊരു സ്ഥാനം ഉണ്ടാവില്ല. കാരണം അവിടെ കളിക്കാൻ അറിയുന്ന പ്ലേയേഴ്സൊക്കെ മാറി നിൽക്കുകയാണ്. തിലക് വർമ്മയ്ക്കാണെങ്കിൽ ഏത് പൊസിഷനും കളിക്കാൻ പറ്റും, എങ്ങനെ വേണോ കളിക്കാൻ പറ്റും. അറ്റാക്ക് ചെയ്യാം, ഡിഫെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കളിക്കണം, റാഡിക്കലായിട്ട് കളിക്കാം. ഇനി എല്ലാം പറ്റുന്ന ഒരു പ്ലെയറാണ് തിലക് വർമ്മ. അതുകൊണ്ട് തന്നെ റിസ്ക് ഫാക്ടേഴ്സ് കുറവാണ്. എന്തുകൊണ്ട് വൈ ഷുഡ് ഐ നീഡ് ടു ഗോ ഫോർ സഞ്ജു റാദർ ദാൻ തിലക് വർമ്മ ഇഫ് തിലക് വർമ്മ ഇസ് ഫിറ്റ്?
അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരാം. അങ്ങനെ ചോദ്യം ഉയർന്നാൽ അത് തിരിച്ചടിയാൻ പോകുന്നത് സഞ്ജുവിനാണ്. അതുകൊണ്ട് സഞ്ജു തിരുവനന്തപുരത്ത് കളിക്കുന്ന ആർക്കും ഇവിടെ പ്രതീക്ഷ വേണ്ട. പ്രതീക്ഷയൊക്കെ ഡൗൺ ആക്കി വെച്ചോ. കളിക്കാൻ പറ്റിയാൽ ഭാഗ്യം, അത്രമാത്രം കൂട്ടിയാൽ മതി. ഇനി അടുത്ത വരാൻ പോകുന്ന എത്ര T20യിൽ സഞ്ജു കളിക്കുമെന്നറിയില്ല. അടുത്ത T20യിൽ എന്തായാലും സഞ്ജു ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയാവുമെന്ന കാര്യത്തിൽ ഒരു തർക്കം ഇവിടെ ആർക്കും വേണ്ട. വീണ്ടും നോർത്ത് ലോബി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വരരുത്. അത്രേ ഉള്ളൂ. നോർത്ത് ലോബിയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോർത്ത് ലോബി എന്ന് പറയും. അല്ല, ഒരു പ്ലെയറിന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് ചുമ്മാ നോർത്ത് ലോബിയുടെ തലയെ കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടാനും ഇവിടെ ആരും വരണ്ട. എന്തായാലും അത് വലിയൊരു തിരിച്ചടിയായിട്ട് മാറും സഞ്ജുവിന്, നമ്മളെ പ്രേക്ഷകർക്ക് എന്നത് എടുത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു.